നമസ്കാരം. 2 തവണ തുടർച്ചയായി അധികാരം കൈവിട്ട കോൺഗ്രസിന് കേരളത്തിൽ ഇക്കുറി ഭരണം പിടിക്കുക എന്നത് വലിയൊരു ദൗത്യമാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മൂന്നാം ഊഴമെന്ന പ്രചരണം ശക്തമാക്കവേ അതിനെ തടയിടാൻ വേണ്ട സംവിധാനങ്ങൾ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി. വി.ഡി. സതീശൻ, ചെന്നിത്തല കൂട്ടുകെട്ടിൽ മാത്രം ഒതുക്കാതെ സംസ്ഥാനത്തെ തലമുതിർന്ന നേതാക്കളെ എല്ലാം തന്നെ കളത്തിലിറക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. മുതിർന്ന നേതാക്കൾ മത്സരിച്ചാൽ തിരിച്ചുപിടിക്കാൻ കഴിയുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ കരുത്തരെ അണിനിർത്താനാണ് ആലോചന. ജനപ്രിയരായ സീനിയർ നേതാക്കളെയാണ് പരിഗണിക്കുന്നത്. പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കാൻ 18 അടവും പയറ്റാനാണ് ശ്രമം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, വി.എം. സുധീരൻ, എൻ. ശക്തൻ തുടങ്ങിയ നേതാക്കളെ മത്സര രംഗത്തിറക്കാനാണ് പാർട്ടിയിൽ ആലോചന. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് നേട്ടമുണ്ടാക്കുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പിന്നാക്കം പോകുന്ന മണ്ഡലങ്ങളുമുണ്ട്. ഇവിടേക്കാണ് സീനിയറായ നേതാക്കളെ കോൺഗ്രസ് പരിഗണിക്കുന്നത്. 2 പതിറ്റാണ്ടായി കോൺഗ്രസിനൊരു MLA പോലും ഇല്ലാത്ത ജില്ലയാണ് കോഴിക്കോട്. എന്നാൽ ജില്ലയിൽ ഉൾപ്പെടുന്ന 3 ലോക്സഭാ മണ്ഡലത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നത് മിന്നുന്ന ജയമാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ച 2 തെരഞ്ഞെടുപ്പിലും കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 2 നിയമസഭാ മണ്ഡലങ്ങളിലും കിട്ടിയത് നല്ല ഭൂരിപക്ഷമാണ്. മുല്ലപ്പള്ളി നിയമസഭയിലേക്ക് ഇറങ്ങിയാൽ ഈ സീറ്റുകളിൽ ഒന്ന് പിടിച്ചെടുക്കാമെന്നാണ് കണക്കുകൂട്ടൽ. കൊയിലാണ്ടിയിലോ നാദാപുരത്തോ മുല്ലപ്പള്ളി സ്ഥാനാർത്ഥിയായാൽ ജില്ലയിലാകെ ഉണർവുണ്ടാകുമെന്നും നേതാക്കൾ പറയുന്നു. മുല്ലപ്പള്ളിക്ക് വലിയ വ്യക്തിബന്ധങ്ങൾ ഈ മണ്ഡലങ്ങളിലുണ്ട്. മുല്ലപ്പള്ളി കളത്തിലിറങ്ങിയാൽ അത് കോൺഗ്രസിന് ആവേശമാകുമെന്നാണ് കണക്കുകൂട്ടൽ. അതുപോലെ സംഘടനാ സംവിധാനം ആകെ കുളമായി കിടക്കുന്ന തൃശ്ശൂരിൽ വി.എം. സുധീരനെ പരീക്ഷിക്കാനും പാർട്ടി ആലോചിക്കുന്നുണ്ട്. 16 വർഷം സുധീരൻ MLA ആയിരുന്നു. മണലൂരിലടക്കം ഇപ്പോഴും അദ്ദേഹത്തിന് ആത്മബന്ധങ്ങളുണ്ട്. ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ജില്ലയിലെ മത്സരത്തിനാകെ മുന്നേറ്റമുണ്ടാക്കാമെന്നും കണക്കുകൂട്ടലുണ്ട്. മത്സര രംഗത്തേക്ക് ഇനി ഇല്ലെന്ന് പ്രഖ്യാപിച്ചതാണ് നേരത്തെ സുധീരൻ. അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കാൻ സന്നദ്ധനാകുമോ എന്നതാണ് അറിയേണ്ടത്. തിരുവനന്തപുരത്ത് നാടാർ വോട്ടുകളിലെ ചോർച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരുന്നു. കാട്ടാക്കട, പാറശാല മണ്ഡലത്തിൽ ഏതെങ്കിലും ഒന്നിൽ എൻ. ശക്തനെ വീണ്ടും ഇറക്കിയാൽ സമുദായ വോട്ടുകൾ ജില്ലയിലാകെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. വട്ടിയൂർക്കാവിൽ കെ. മുരളീധരൻ കൂടി മത്സരിച്ചാൽ തിരുവനന്തപുരത്ത് തിരിച്ചുവരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. പൊതുസമ്മതിയുള്ള പ്രമുഖരെയും പാർട്ടിക്ക് പുറത്തുനിന്ന് ഇത്തവണ പരീക്ഷിക്കാനും കോൺഗ്രസ് തയ്യാറാകുമെന്നാണ് സൂചന. വർക്കല കഹാറിനെ പോലൊരു നേതാവിനെയും വർക്കല മണ്ഡലം തിരിച്ചുപിടിക്കാൻ നിയോഗിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. അതേസമയം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ചുമതല പ്രിയങ്ക ഗാന്ധി MPയെ ഏൽപ്പിക്കാനും നീക്കമുണ്ട്. സംസ്ഥാന പാർട്ടി നേതൃത്വത്തിലെ ഉൾപോരും വിഭാഗീയതയും കണക്കിലെടുത്താണ് പ്രചാരണ നേതൃത്വം പ്രിയങ്കയെ ഏൽപ്പിക്കാൻ ഹൈക്കമാൻഡിന്റെ നീക്കം. ഇതു സംബന്ധിച്ച നിർദ്ദേശം കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പ്രിയങ്ക ഗാന്ധിയെ അറിയിച്ചിട്ടുമുണ്ട്. വീണ്ടും തോൽവി വഴങ്ങുന്നത് കോൺഗ്രസിന്റെയും UDFന്റെയും നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നും ഹൈക്കമാൻഡ് വിലയിരുത്തലുണ്ട്. എന്നാൽ നിർണായക തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന വേളയിലും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിലെ അഭിപ്രായ ഭിന്നതയും ഉൾപോരും ദേശീയ നേതൃത്വത്തെ ഏറെ വലയ്ക്കുന്നു. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ട ചുമതല വയനാട് MP പ്രിയങ്ക ഗാന്ധിയെ ഏൽപ്പിക്കാൻ ആലോചനയുയർന്നത്. പ്രചരണത്തിനായി പ്രിയങ്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കും. ഈ കമ്മിറ്റിയാകും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുക്കാൻ പിടിക്കുക. കഴിഞ്ഞ മാസം കേരളത്തിലെ നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ഹൈക്കമാൻഡ് ചർച്ചയും നടത്തിയിരുന്നു. ചർച്ചയിൽ പ്രിയങ്ക ഗാന്ധി സജീവമായും പങ്കെടുത്തു.